പേരാണല്ലോ സ്മൈൽ. ബ്യൂട്ടിഫുൾ. ആക്ച്വലി ഇത് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ട കോൺസെപ്റ്റ് ആണ്. അച്ഛൻ പറഞ്ഞത് ഏതോ ചില രസായനങ്ങൾ ഈ റോസ് ചെടിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ റോസ് ഫ്ലവർ ചിരിക്കും അത്ര. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ചിരിക്കുമ്പോൾ ഒരു പൂ വിടുന്നത് എന്നാണ് പറയുന്നത്. സുന്ദരനായ ആൺകുട്ടിയെ താങ്കളെ പോലെ ഹാൻഡ്സം ആയിട്ടുള്ള ആൺകുട്ടിയാവാം. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് എങ്ങനെ ഇട്ടത്. ഇതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതെങ്ങനെ ഉപയോഗിക്കണം? അമയ രാജർഷി. അത് ആക്ച്വലി ഒരു 70 ഗ്രാംസ് ഉണ്ട് ഇതില്. ഓക്കെ. ഒരു 6 months യൂസ് ചെയ്യാം. 6 months യൂസ് ചെയ്യാം ഈസിലി. അപ്പൊ ഇത് തുറക്കുവാണെങ്കിൽ ഇതിന്റെ ഒപ്പം ഒരു ഐസ്ക്രീം സ്പൂൺ പോലത്തെ ഒരു പ്രൊവൈഡഡ് ആണ്. ഒരു ഇത് അകലം ഇത്ര എടുത്തിട്ട് വേണമെങ്കിൽ വായിലേക്ക് ഡയറക്ട്ലി ഇട്ടിട്ട് നാക്കുകൊണ്ട് മോണകളിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഇല്ലേ ഇത് കയ്യിലോട്ട് ഇട്ടിട്ട് പൽപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ. പൽപ്പൊടി അല്ല, ഇത് മൗത്ത് വാഷ് ആണ്. അതുപോലെ മോണയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം, ഇന്നർ അകത്തും പുറത്തും. അങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കുറെ പേർക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാരും വിളിച്ച് അതിനെപ്പറ്റി അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് എസ്പെഷ്യലി വയസ്സായ ആൾക്കാർക്ക്, അവർക്ക് ഈ മോണയൊക്കെ ഒന്ന് ലൂസണപ്പ് ആവും ഏജ് ആവും. അപ്പൊ അവരത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഗംസ് ആണല്ലോ പല്ല്. അപ്പൊ ആ ഗംസിന്റെ ബലം കൂടും, ബ്ലഡ് ഫ്ലോ കൂടും. അങ്ങനെ വരുമ്പോൾ പല പ്രശ്നങ്ങളും ഇതുകൊണ്ട് പോകും. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് കൊടുക്കും തോറും ഓരോ റിസൾട്ട്സ്, പുതിയ റിസൾട്ട്സ് നമ്മൾ അറിയുകയാണ്. അപ്പൊ എന്താ പ്രശ്നം അതനുസരിച്ചായിരിക്കും അതിന്റെ റിസൾട്ട്സ് അറിയാൻ പറ്റുന്നത്. ഓരോ സീരിയസ്നെസ് ഓഫ് ദ ഇഷ്യൂ അനുസരിച്ചിരിക്കും എത്ര നാൾ ഉപയോഗിക്കണം. അങ്ങനെ നോർമലി യൂസ് ചെയ്യാം. എന്താണോ ആ ഒരു ഇഷ്യൂ അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കണം, മാസങ്ങൾ ഉപയോഗിക്കണം, റിസൾട്ട് കാണും. പിന്നെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നല്ലത്. ഞാനൊരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യും. പിന്നെ ഞാനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി ആക്ച്വലി ഒരു ആക്സിഡന്റ് പല്ലുകൾ മുഴുവൻ പോയതാണ്. പോയിട്ട് പിന്നെ അപ്പൊ ഒരു നൗ ഐ ആം 75. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഭയങ്കര പല്ലുവേദന, മോണവേദന. അപ്പോ ഇത് എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ സാറിന്റേതായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. 100%. അതിനുശേഷമാണ് നമ്മളിത്